സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്, അല്ലെ? ഇത് നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയൂല. പക്ഷെ നടന്നാലില്ലെങ്കിലും നമ്മുടെ ജാസിക്കാക്ക് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ജാസിക്കാക്ക് തുണി പൊക്കി തുണി വിരിച്ച് സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് പറയുന്നത്. പുലിവാല എന്ന് പറഞ്ഞാൽ മതിയല്ലോ മക്കളെ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഓരോരോ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. എന്തായാലും നമുക്ക് ജാസിക്കാക്കാന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ UDF ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെന്താ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സ്ത്രീയാണെന്ന് അങ്ങോട്ട് സ്വയം പറഞ്ഞാൽ മതി, ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ. സ്ത്രീയാണ് പോലും, ട്രാൻസ്ജെൻഡർ അത്ര മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. സിലിക്കോൺ കുത്തി കയറ്റിയതുകൊണ്ടൊന്നും നീ സ്ത്രീ ആവില്ല മോനെ. ഇനിയിപ്പൊ അതിന് മേലെ നീ വേറെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, എന്നാലും കാര്യമില്ല. സ്ത്രീ എന്ന സ്ഥാനം നിനക്ക് കിട്ടാൻ പോണില്ല. അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ച്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഇല്ലേ, അതുപോലെ എന്തിനാണ് വെറുതെ ഇങ്ങനെ പറയിപ്പിക്കാൻ നിൽക്കുന്നത്? ബാക്കി പറഞ്ഞാലും അവൻ തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നുകൂട്, ഇപ്പൊ കിട്ടും, നീ വാങ്ങും മിക്കവാറും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞത്, ശരിക്കൊന്ന് കേട്ടു നോക്കി. അതുകൊണ്ട് വെറുതെ കയ്യിലിട്ട് ഇളക്കാൻ നിൽക്കല്ല മോനെ. എനിക്ക് ഫ്രീ ടിക്കറ്റ് ഒന്നും കിട്ടാൻ പോണില്ല, അല്ലെങ്കിലും എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. KSRTC ഫ്രീ ആയി യാത്ര ചെയ്യേണ്ട ഗതികേടൊന്നും ജാസിക്കാക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസിക്കാക്ക് റിച്ച് അല്ലേ? എന്നാലും പിന്നെ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മിണ്ടാണ്ടിരുന്നാ പോരെ, സ്ത്രീകൾക്കുള്ള കാര്യമാണ്. അതിന് നീ എന്തിനാണ് വെറുതെ അഭിപ്രായം പറയാനും സമരം ചെയ്യാനൊക്കെ പോകുന്നത്? അതൊക്കെ സ്ത്രീകൾ നോക്കിക്കോളും, ഈ ടെൻഷൻ ആവണ്ട. വെറുതെ സമയം കളയാതെ പോയി റീൽ എടുത്ത് പോസ്റ്റ് ആക്കാൻ നോക്ക്. പിന്നെ ബാക്കി പറഞ്ഞാലും ഉറപ്പാണ്. ഉറപ്പിനെന്ത്? എന്നാ നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവർക്കും കൂടി ഒരു ടൂർ പോകണം അല്ലേ രാജവത്ത? എല്ലാ വീടുകൾക്കും കൂടി ഒരു ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവരും കൂടി ഗവിയിലേക്ക് പോകാം. അതാവുമ്പോൾ ഗവൺമെന്റ് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് ഗവി പോയി ഇറങ്ങിക്കൂടെ, പൈസ കൊടുക്കാണ്ട്. എന്തെല്ലാം ആഗ്രഹങ്ങളാണല്ലേ നമ്മുടെ ജാസിക്കാക്ക്. KSRTC ഫ്രീ ആയിട്ട് ഗവിയിലൊക്കെ പോകണം പോലും നോക്കിയിരുന്നു, ഇപ്പൊ നടക്കും. എന്തായാലും ജാസിനെ വാർത്താണ് നമ്മുടെ ഹെലൻ ഓഫ് സ്പാട്ടൊക്കെ ഒട്ടും പിടിച്ചില്ല കേട്ടോ. അറിയാലോ, ഹെലനും ജാസിയും തമ്മിൽ കുറച്ചു കാലമായിട്ട് ഫുൾ അടിയാണല്ലോ. ഇങ്ങനെയുള്ള ഹെലൻ എന്താക്കി, ജാസിയുടെ വീഡിയോ കണ്ട ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ചെറിയൊരു വിവാദമായിട്ടൊക്കെ മാറുകയും ചെയ്തു. എന്തായാലും ആ വീഡിയോ കണ്ടോക്കാം. നമുക്കൊരു വീഡിയോ കാണാം. എനിക്ക് ഈ വീഡിയോ എന്റെ ഫീഡിൽ വന്നപ്പോൾ തന്നെ അറിയായിരുന്നു നിങ്ങളിൽ പല ആൾക്കാർ എനിക്ക് ഇത് സെൻഡ് ചെയ്ത് തരും എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു സാധനം കാണാം. പിന്നെ ഈ UDF ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെന്താ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ അവൻ തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. ഉറപ്പാണ്. ഉറപ്പിനെന്ത്? എന്നാ നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവർക്കും കൂടി ഒരു ടൂർ പോകണം അല്ലേ രാജവത്ത? എല്ലാ വീടുകൾക്കും കൂടി ഒരു ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവരും കൂടി ഗവിയിലേക്ക് പോകാം. അതാവുമ്പോൾ ഗവൺമെന്റ് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് ഗവി പോയി ഇറങ്ങിക്കൂടെ, പൈസ കൊടുക്കാണ്ട്. അത് ഞങ്ങൾ സ്ത്രീകൾ പോയിക്കോളും. ഇനിയിപ്പം അങ്ങനെ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകള് ഗവിയിലേക്കോ എവിടേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ പോയിക്കോളും. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് യൂട്രസ് ഉണ്ടോ? നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റുമെന്നും ഞാൻ പറയുന്നില്ല. കാരണം യൂട്രസ് ഉള്ള അല്ലെങ്കിൽ ജന്മന നമ്മൾ ജനിക്കുമ്പോൾ തന്നെ സ്ത്രീകളായിട്ട് ജനിച്ച എത്രയോ ആൾക്കാർക്ക് റെഗുലർലി പീരിയഡ്സ് ആവാറില്ല. അവരെ കൊണ്ട് ചിലപ്പം ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാരണം അമ്മയാവാൻ പറ്റാത്ത എത്രയോ സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്രസ് ഉണ്ടോ നിങ്ങൾക്ക്? പോട്ടെ, ജാസിന്റെ കേസായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആകെ കെട്ടിവെച്ച ഒരു 2 സിലിക്കോൺ ബ്രസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഡൗൺ സർജറി കഴിഞ്ഞതാണോ? അല്ല, ഡൗൺ സർജറി ഇനി കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? ബാക്കി ആർക്കും ഈ പ്രശ്നമില്ല കേട്ടോ. ഇവരുടെ കമ്മ്യൂണിറ്റി പെട്ട വേറെ ആർക്കും ഞങ്ങളെ സ്ത്രീ ആക്കണം, സ്ത്രീ ആയിട്ട് പരിഗണിക്കണം, സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രശ്നം. ഇവർക്ക് മാത്രമാണ് എല്ലായിടത്തും ഞാനൊരു സ്ത്രീ സ്ത്രീ സ്ത്രീ. എന്ത് സ്ത്രീ? എങ്ങനെ സ്ത്രീ? നിങ്ങളൊന്ന് അതൊന്നും എനിക്ക് കാണണം. നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടുന്നത് നിങ്ങൾ സമരം ചെയ്തിട്ടായാലും ശരി, സത്യാഗ്രഹം കിടന്നിട്ടായാലും ശരി, സ്ത്രീകൾക്കായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ആനുകൂല്യം നിങ്ങൾ ഇപ്പം ഡൗൺ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ് വുമൺ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള നിങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള ആനുകൂല്യം കിട്ടുന്നത് എനിക്കൊന്ന് കാണണം. വെല്ലുവിളിയാണത്, എന്റെ വെല്ലുവിളിയാണത്. എന്നാ പിന്നെ നമ്മൾക്ക് വെറുതെയാണോ? സ്ത്രീകൾ വെറുതെയാണോ? അപ്പോ സ്ത്രീയാണ് അത്ര സ്ത്രീ. ബാക്കിയുള്ള എനിക്ക് ഈ കമ്മ്യൂണിറ്റി പെട്ട ഏകദേശം ആൾക്കാരും അവർ പറയുന്നത് ഞങ്ങൾ ട്രാൻസ് വുമൺ ആയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരായിട്ടോ അങ്ങനെ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാത്രം അങ്ങനെ പറ്റില്ല. നിങ്ങൾ മാത്രം പൂർണ്ണതയുള്ള സ്ത്രീ ആയിട്ട് നിങ്ങൾ എല്ലാവരും പരിഗണിക്കണം. നടക്കൂല. നിങ്ങളുടെ തലകുത്തി പറഞ്ഞാലും ശരി, നടക്കൂല. കേട്ടില്ലേ?
എന്നാ ഗവിക്ക് അങ്ങോട്ട് ടൂറുണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ഗവിക്ക് സ്ത്രീയാന്ന് പോലും സ്ത്രീ. യൂട്രസ് ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക്? ഉണ്ടോ? ചിരി. സംഭവം ഹെലന് ജാസിക്ക് നല്ലോണിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. ഈ ഒരു സ്ത്രീയാണെന്ന് പറയാൻ എനിക്ക് യൂട്രസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഹെലൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂട്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീ പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള ഒരു ധ്വനി ഹെലന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ജാസി ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടിയാണ് ഹെലൻ അങ്ങനെ ചോദിച്ചത്. പക്ഷെ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ യൂട്രസ് ഇല്ലാതെ ജനിക്കുന്ന സ്ത്രീകളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 5000 ഒരു സ്ത്രീ യൂട്രസ് ഇല്ലാതെ ജനിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് ഒരു സ്ത്രീയാണെന്ന് പറയാൻ നിനക്ക് യൂട്രസ് ഉണ്ടാടാ എന്ന ഹെലന്റെ ചോദ്യം. ഇങ്ങനെ യൂട്രസ് ഇല്ലാതെ ജനിക്കുന്ന ഒറിജിനൽ സ്ത്രീകളെയും കൂടി വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഹെലൻ പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞു കേട്ടോ. ആൾക്കൊരു തെറ്റി പറ്റി പോയതാണ്. ആളത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മാപ്പൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വേണമെങ്കിൽ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ സാധനം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മിസ്റ്റേക്ക് മീൻസ് എന്റെ അറിവില്ലായ്മയാണത്. എല്ലാം തികഞ്ഞ എല്ലാ അറിവുകളും ഉള്ള ആൾക്കാരല്ലല്ലോ എന്റെ വീഡിയോസ് കാണുന്നത്. അപ്പൊ നിങ്ങളിൽ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. അപ്പൊ എന്റെ അറിവില്ലായ്മയാണ്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നിട്ട് അത് ഒരാൾ തിരുത്തി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അത് വന്നിരുന്ന് തിരുത്തുക എന്നുള്ളത് ഞാൻ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്റെ ധാരണ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എന്റെ കുഞ്ഞറിവിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകള് ചില ആൾക്കാർക്ക് ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മുഴയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അറിയാമെന്നല്ലാതെ യൂട്രസ് ഇല്ലാതെയും പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ചിലപ്പോൾ എന്റെ വീഡിയോ എത്രയോ ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ഗൂഗിൾ ചെയ്ത സമയത്ത് 5000 പേരിൽ 5000 പെൺകുട്ടികൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ യൂട്രസ് ഇല്ലാണ്ട്, അങ്ങനെയാണ് അതിന്റെ കണക്ക് വരുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കമന്റ് സെക്ഷൻ കണ്ടിട്ട്. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണത്. ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാളാണ് ഈ 5000-ൽ ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. മനസ്സിലായില്ല? എന്റെ അറിവില്ലായ്മയാണത്. യൂട്രസ് ഇല്ലാതെയും പെൺകുഞ്ഞുങ്ങൾ ജനിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഐ ആം വെരി 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 സോറി. അങ്ങനെയുള്ള ആരെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി 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 സോറി. എന്റെ അറിവില്ലായ്മയാണത്. ഞാനത് തിരുത്തി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹെലൻ ഒരു തെറ്റ് പറ്റി അവളത് തിരുത്തി. നല്ല കാര്യം. ജാസി അടിച്ചിരുത്താൻ വേണ്ടി ഒരു ആവശ്യത്തിന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ എങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടാവുമെന്ന് ഹെലൻ പ്രതീക്ഷിച്ച് കാണില്ല. നമ്മളാണെങ്കിലും പെട്ടെന്ന് അത് ശ്രദ്ധിക്കൂലല്ലോ. സ്ത്രീ എന്ന് പറഞ്ഞാൽ യൂട്രസ് ഉള്ള പ്രസവിക്കാൻ കഴിവുള്ള ഒരാൾ എന്നുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ ആയിരിക്കും ഹെലനും ഈ പിഴവ് സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും ജാസിക്കാക്ക് ഹെലന്റെ കയ്യിൽ നിന്ന് വാര നിറച്ച് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സർജറി ചെയ്തെന്ന് കരുതി. ഒരു പുരുഷനായി ജനിച്ച ജാസിയെ എങ്ങനെയാണ് ഒരു സ്ത്രീയായിട്ട് പരിഗണിക്കാൻ കഴിയുക? ട്രാൻസ്ജെൻഡർ എന്ന കാറ്റഗറി ഉണ്ടല്ലോ, അതിൽ പരിഗണിച്ചാൽ പോലെ. സ്ത്രീയായി തന്നെ പരിഗണിക്കണമെന്ന് എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ജാസി KSRTC ഫ്രീ ആയി യാത്ര ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അത് സ്ത്രീകൾക്കുള്ള ഫ്രീ പാസിൽ ആവരുതെന്ന് മാത്രം. ട്രാൻസ്ജെൻഡേഴ്സിന് KSRTC ഫ്രീ ആയി യാത്ര ചെയ്യാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ഫ്രീ ആയി യാത്ര ചെയ്തോന്നേ. അല്ലാതെ ഞാൻ സ്ത്രീയാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് KSRTC അങ്ങോട്ട് വലിച്ചു കയറി ചെന്ന ആൾക്കാർ പഞ്ഞിക്കിടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ ചിലപ്പോൾ കണ്ടന്റിന് വേണ്ടി അതും ചെയ്യും. KSRTC കയറി കച്ചറ ഉണ്ടാക്കും. പറയാൻ പറ്റൂല. അഥവാ ഈ നിയമം വന്ന അങ്ങനെ പലതും നമുക്ക് കാണേണ്ടി വരും. പിന്നെ ജാസിക്ക് KSRTC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ എല്ലാ ആണുങ്ങൾക്കും കൊടുക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. നല്ല സുഖല്ലേ? ഇതേപോലെ വേഷന്മാര് വച്ച് കെട്ടി ബസ് കയറിയാൽ പോരെ. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ഒരു ബാഗിൽ വെപ്പുമുടിയും ഒരു ചുരിദാറോ പർദ്ദയോ അങ്ങനെ വല്ലതും കരുതിയാൽ മാത്രം മതി. അല്ലാതെ ഇപ്പൊ എന്താ പറയാ? ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വേറെ ആർക്കും ഈ പ്രശ്നമില്ല. ഇവനിത് വെറുതെ ഇവരുടെ കമ്മ്യൂണിറ്റിയെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വെറുതെ കമ്മ്യൂണിറ്റിയുള്ള ആരും ഇവനെ അടുപ്പിക്കാത്തത്. ഇതെല്ലാം കയ്യിലിരിപ്പ്.